ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർട്ടിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ പറ്റിയ ഇതുപോലൊരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലൊരു പെൻഡൻറ്റ് വേണം. ഇതുപോലെ താഴെ പ്ലേറ്റ് വരാത്ത പെൻഡൻ്റെല്ലാം ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. എനിക്ക് ഇതുപോലെ പ്ലേറ്റ് ഉള്ള പെൻഡൻ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അതെനിക്ക് ഓൺലൈനായിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ പെൻഡൻ്റ് എല്ലാം നാട്ടിൽ നിന്ന് തന്നെ പിച്ചളയിൽ ചെയ്യിച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് റെസിൻ മിക്സ് ചെയ്തെടുക്കണം. റെസിൻ മിക്സിങ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു റെസിൻ ക്ലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെസിനിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. റെസിനിലേക്ക് നമുക്ക് ഒപ്പാക്ക് ആയിട്ടും അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഒപ്പാക്ക് റെസിൻ പിഗ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ട്രാൻസ്പെറൻറ്റ് റെസിൻ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫുഡ് കളേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 2 അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് റെസിൻ കിട്ടിയത്. ടർക്കോഷ് ബ്ലൂവും വളരെ കുറച്ച് പ്രഷ്യൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എനിക്ക് വേണ്ട കളർ ഉണ്ടാക്കിയെടുത്തത്. ഇനി ഞാൻ ഇതിൻ്റെ മിഡിലേക്ക് കുറച്ച് ക്ലിയർ റെസിൻ ആഡ് ചെയ്തിട്ട് ഇതുപോലൊരു ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിഗ്മെൻറ്റഡ് റെസിൻ്റെ മുകളിലേക്ക് ക്ലിയർ റെസിൻ ഒഴിക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി മിക്സായി പോകാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിഗ്മെൻറ്റഡ് റെസിൻ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രം ക്ലിയർ റെസിൻ ഒഴിച്ചു കൊടുക്കുക. സോ ആഫ്റ്റർ 24 hours നമ്മൾ റെസിനെല്ലാം കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള റൈറ്റിങ്സ് സ്റ്റിക്കർ പ്രിൻ്റായിട്ട് എടുക്കണം. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ ഞാൻ അവളുടെ പേരാണ് പ്രിൻ്റ് ചെയ്തെടുത്തത്. ഈ പ്രിൻ്റ് ഞാൻ നമ്മളെ ബൈക്കിനും കാറിനെല്ലാം സ്റ്റിക്കർ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിത് നമ്മളെ റെസിൻ പെൻഡൻറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്ലിയർ റെസിൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബബിൾസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് കളയണം. ആഫ്റ്റർ 24 hours നമ്മൾ റെസിനെല്ലാം കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെൻഡൻറ്റിലേക്ക് ഫെദേഴ്സ് ഹാങ് ചെയ്തിട്ട് ഒരു ഡ്രീം ക്യാച്ചർ സ്റ്റൈലിലേക്ക് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ നമ്മളെ പെൻഡൻറ്റിന് മാച്ചായിട്ടുള്ള കളറിലുള്ള 2 ഫെദേഴ്സും ഒരു ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതുപോലൊരു പിന്ന് കൂടി വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ പിന്ന് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഐ പിന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പിന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പിന്നും ഫെദേഴ്സും ബീഡ്സിൻ്റെ ഉള്ളിൽ ഫ്ലക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഫ്ലക്സ് ക്വിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫെദേഴ്സിൽ നിന്ന് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നമ്മളെ പെൻഡൻറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. പെൻഡൻറ്റ് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ത്രെഡ് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്ലക്സ് ക്വിക്ക് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മളെ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഫ്രണ്ട്സ്, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.